ചില മനുഷ്യർ പോയ ശേഷവും ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ചില മരണങ്ങൾ വാർത്തകളാണ്, ചില മരണങ്ങൾ വ്യക്തിപരമായ നഷ്ടം പോലെ തോന്നും. പ്രിയ കലാകാരൻ സലിം കുമാറിൻ്റെ വിയോഗം അത്തരത്തിലൊന്നാണ്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ പരിചയമുണ്ടായിരുന്നു. നമ്മളെ ചിരിപ്പിക്കുന്നവർ ഒരുപാടുണ്ട്, പക്ഷേ ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുന്നവർ വളരെ കുറവാണ്. ആ അപൂർവ കഴിവ് സലിം കുമാറിനുണ്ടായിരുന്നു. ഒരു രംഗം കണ്ടാൽ നമ്മൾ ചിരിക്കും, പക്ഷെ പിന്നീട് ആ കഥാപാത്രത്തെ ഓർക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ചിന്തിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം ഒരു നടൻ മാത്രമായിരുന്നില്ല, നിരീക്ഷിക്കുന്ന ഒരാളായിരുന്നു, ചിന്തിക്കുന്ന ഒരാളായിരുന്നു, സാധാരണ മനുഷ്യരുടെ ജീവിതം മനസ്സിലാക്കിയ ഒരാളായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നത്. വ്യക്തിപരമായി ഒരു ചെറിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഒരിക്കൽ സലിം കുമാറിനെ നേരിൽ കാണണം, സംസാരിക്കണം. കാരണം അദ്ദേഹം ആളുകളുടെ മുഖത്ത് ചിരി വിരിയിച്ച മനുഷ്യനായിരുന്നു. ആ ചിരി മനോഹരമായി നിലനിർത്താൻ സഹായിക്കുകയാണ് എഡിനോറയുടെ ചെറിയ സംഘം. പരസ്യങ്ങളെക്കാൾ യഥാർത്ഥ ഉപഭോക്താക്കളുടെ അനുഭവങ്ങളെയാണ് ഞങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാകാം പരസ്യങ്ങളിൽ അഭിനയിക്കാതിരിക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതും ബഹുമാനിച്ചതും. ഒരിക്കൽ കണ്ടുമുട്ടാമെന്ന് കരുതിയിരുന്നു, പക്ഷെ ചില ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളായി തന്നെ ബാക്കി നിൽക്കും. അതാണ് ജീവിതം. നാളെ ചെയ്യാമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് തന്നെ അവസാനിച്ചു പോകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സലിം കുമാർ പോയിട്ടില്ല. ഇന്നും ലക്ഷക്കണക്കിന് മലയാളികളുടെ ഓർമ്മകളിൽ, ചിരികളിൽ, സംഭാഷണങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം അവാർഡുകളല്ല, മറിച്ച് നടനില്ലാതായ ശേഷവും ആളുകൾ സ്നേഹത്തോടെ ഓർക്കുന്നതാണ്. ആ അർത്ഥത്തിൽ സലിം കുമാർ ഇന്നും വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ചിരിപ്പിച്ച മനുഷ്യൻ, ചിന്തിപ്പിച്ച കലാകാരൻ. ആദരാഞ്ജലികൾ.